الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين ونصلي ونسلم على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه الفائزين برضا الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ സ്നേഹവും ബഹുമാനവും നിറഞ്ഞ രക്ഷിതാക്കളെ, സഹോദര സഹോദരിമാരെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പരിപൂർണമായി ഉൾക്കൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്ത് അനുധാവനം ചെയ്ത് ഏത് സമയത്തും മരണം നമ്മിലേക്ക് കടന്നു വരുമെന്ന ബോധത്തോടെ ഇബാദത്തുകളിൽ മുഴുകി ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളിൽ ഓരോരുത്തരെയും ഉണർത്തുകയാണ്. അല്ലാഹു അത്തരത്തിൽ ജീവിക്കാനും ഈമാനോടുകൂടി മരിക്കാനും നമുക്ക് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സൂറത്തുൽ അംബിയാ അതിൻ്റെ 35 ആയത്തുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതുവരെയാണ് നമ്മൾ പഠിച്ചത്. ഇൻഷാ അല്ലാഹ് ഇന്ന് 36-ാമത്തെ വചനമാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. സമയം ലഭിക്കുന്നു എങ്കിൽ 37-ാമത്തെ വചനത്തിലേക്കും നമുക്ക് പ്രവേശിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ, പഠിക്കുന്ന ആയത്തുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. 36-ാമത്തെ വചനം നമുക്കൊന്ന് പാരായണം ചെയ്ത് അതിലേക്ക് വരാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا رآك الذين كفروا وإذا رآك الذين كفروا إن يتخذونك إلا هزوا
إن يتخذونك إلا هزوا أهذا الذي يذكر آلهتكم أهذا الذي يذكر آلهتكم وهم بذكر الرحمن هم كافرون وهم بذكر الرحمن هم كافرون وإذا رآك الذين كفروا إن يتخذونك അവിടെ നൂനു സാക്കിന യായിലേക്ക് ശേഷം വന്ന യാ എന്ന ഹർഫിലേക്ക് എന്ത് ചെയ്യണം? ഇദ്ഗാം ചെയ്യണം, ലയിപ്പിക്കുക, എന്നിട്ട് മണിക്കണം. ഇദ്ഗാമു ബിഗുന്ന ഇയ നൂന് യായിൽ ആയിരിക്കണം. യത്തഖിദൂനക അല്ലേ? അങ്ങനെയാണ് അവിടെ വായിക്കേണ്ടത്. ഇല്ല ഹുസുവൻ കെട്ടുള്ള ഹുസുവൻ എന്നല്ല, ഹുസുവൻ ഹുസുവൻ അഹാദല്ലദീ. അവിടെ നമ്മൾ ചേർത്തി വായിക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ നിർത്തിയിട്ടാണ് വായിച്ചത്. ഇല്ല ഹുസുവൻ അഹാദല്ലദീ അല്ലേ? ചേർത്തി വായിക്കുമ്പോൾ അങ്ങനെയാണ്. യദ്കുറു യദ്കുറു കാഫിന് സുക്കൂനല്ല, ലമ്മാണ്. യദ്കുറു എന്നല്ല, ശ്രദ്ധിക്കേണ്ടതാണ് അതൊക്കെ. പെട്ടെന്നുള്ള വായനയിൽ എന്ത് ചെയ്യും? അങ്ങനെയൊക്കെ വന്നു പോകും. യദ്കുറു കാഫിന് സുക്കൂനല്ല, ലമ്മാണ്. യദ്കുറു യദ്കുറു ആലിഹതകും വഹും ബിദിക്രി വഹും ബിദിക്രി റഹ്മാനി ഹും കാഫിറൂൻ ഹും കാഫിറൂൻ. നോക്കാം, നമ്മൾ കഴിഞ്ഞ ആയത്തിൽ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്ത് ആ വിഷയത്തിൽ അതിവേഗത്തിൽ ജനങ്ങളിൽ അള്ളാഹുവിൻ്റെ വഹി എത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ശത്രുക്കൾ പലതും തടയിടാൻ വേണ്ടി ചെയ്തു നോക്കി, പക്ഷെ ഒന്നും ഏശിയില്ല. അവസാനം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്ന് തീർന്നു പോയെങ്കിൽ എന്നുവരെ ആഗ്രഹിച്ചു, ഒന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന്. അതിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ച ആയത്ത് പരാമർശിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത്
അള്ളാഹുവിൻ്റെ സന്ദേശങ്ങളുമായി പ്രവാചകന്മാർ ഏതൊക്കെ നാടുകളിൽ വന്നിട്ടുണ്ടോ അവിടെയെല്ലാം അവർ വ്യത്യസ്ത പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുണ്ട്. അതിലൊന്നായിരുന്നു പരിഹസിക്കുക എന്നത്. പലതും പറഞ്ഞ് കളിയാക്കുക, പിന്തിരിപ്പിക്കാൻ വേണ്ടി, ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? കളിയാക്കുക. ആ കളിയാക്കലിൻ്റെ ഒരു രൂപമാണ് ഇന്ന് പഠിക്കാനുള്ള, നമ്മൾ ഇപ്പൊ പാരായണം ചെയ്ത ഈ ആയത്തിലുള്ളത്. നോക്കാം നമുക്ക് എന്താ പറയുന്നത് എന്നത്. വഇദാ റആക, റആ എന്ന് പറഞ്ഞാൽ റആ കണ്ടു, അല്ലേ? റആ യറാ കണ്ടു എന്നാണ്. റആക താങ്കളെ കണ്ടു. ഇദാ റആക താങ്കളെ കണ്ടാൽ. ഇദാ ഒരു സന്ദർഭം, അങ്ങനെയായാൽ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അല്ലാഹുവിൻ്റെ വിജയം അതുപോലെ തന്നെ സഹായമൊക്കെ വന്നാൽ, അങ്ങനെയാണ്. അല്ലദീന കഫറു, ആര്? സത്യനിഷേധികൾ. കഫറ ഇവിടെ ഉദ്ദേശം ആരാ? മക്കയിലെ മുശ്രിക്കുകളാണ്, അല്ലേ? മക്കയിലെ മുശ്രിക്കുകളാണ്. അപ്പോ അല്ലദീന എന്ന് പറഞ്ഞ് കഫറു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. മുശ്രിക്കീങ്ങളെ പരിചയപ്പെടുത്തി കാഫിരീങ്ങൾ എന്ന് അള്ളാഹു വിശേഷിപ്പിക്കുന്നു. എന്താ കഫറ എന്ന വാക്കിനർത്ഥം? സത്യത്തെ നിഷേധിച്ചു, ഒരു അർത്ഥം അതാണ്. പിന്നെയുണ്ട് മൂടി വെച്ചു, മറച്ചു വെച്ചു, രണ്ട്. അതാണ് കാഫിർ. അതിനാണ് മൂടി വെക്കുക, മറച്ചു വെക്കുന്നവൻ, അതിനാണ് ഈ കാഫിർ, കർഷകൻ എന്ന് പറയുന്നത്. അപ്പൊ രണ്ടർത്ഥമായി, മൂന്നർത്ഥമുണ്ട്. കഫറ എന്ന് പറഞ്ഞാൽ സത്യത്തെ നിഷേധിച്ചു, മൂടി വെച്ചു. പിന്നൊന്ന്, ആ കർഷകന് ഈ മൂടി വെച്ചു എന്ന അടിസ്ഥാനത്തിലാണ് കർഷകൻ എന്ന് പറയാം. കാഫിർ എന്ന് അങ്ങനെ കർഷകന് പറയും. പിന്നെ കഫറ എന്നുള്ളത് ശക്കറ എന്നുള്ളതിന്റെ വിപരീതമായിട്ട് പറയും. ശക്കറ എന്താ? ശക്കറ ശുക്ർ, നന്ദി. അപ്പൊ നന്ദികേട് കാണിച്ചു. കഫൂർ നന്ദി കെട്ടവൻ, അല്ലേ? കഫൂർ നന്ദി കെട്ടവൻ. അപ്പൊ ഈ മൂന്ന് അർത്ഥങ്ങളിലും പ്രയോഗിക്കും. സത്യത്തില് മുശ്രിക്കുകൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം അത് ശിർക്കാണ്, അത് ശരിയല്ല എന്ന സത്യം അവരിലേക്ക് എത്തിയിട്ടുണ്ട്, അല്ലേ? അള്ളാന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്തുമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോ തന്നെ പറഞ്ഞ വിഷയം എന്താ? ആളുകളോട് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആദ്യ സമയത്തു തന്നെ അവിടുന്ന് പറഞ്ഞത്
ലാ ഇലാഹ ഇല്ലല്ലയാണ്. അഥവാ നാം ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ലാത്ത, ഉസ്സ, മനാത്ത, ഹുബുല്, അങ്ങനെ കഅബക്കകത്ത് ആ സമയത്ത് നാട്ടി നിർത്തപ്പെട്ട ഏതൊക്കെ ബിംബങ്ങളുണ്ടോ അതിനകത്തുള്ള ഏറ്റവും വലിയ ബിംബം ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പേരിലുള്ളതായിരുന്നു എന്നതാണ്. ബിംബാരാധനക്കെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തിയ പ്രവാചകനാണ് ആര്? ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബിയുടെ പേരിലുള്ള ബിംബമായിരുന്നു ഏറ്റവും വലുത്. ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതൊന്നും ശരിയല്ല. ആരാധനകൾ അഖിലവും അള്ളാഹുവിന്റെ മുന്നിൽ മാത്രമായിരിക്കണം. ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ. ഖുലൂ, എന്തു പറയണം? ഖുലൂ, നിങ്ങൾ പറയൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ല്ലേ? ഖുലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ പണ്ട് പറഞ്ഞില്ല, ഖുലൂ തക്ബീർ, അല്ലാഹു അക്ബർ, അല്ലേ? പറഞ്ഞിങ്ങനെ റാലിയൊക്കെ പോയില്ലേ? ഖുലൂ, നിങ്ങൾ പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ, നിങ്ങൾ വിജയിക്കും. അപ്പൊ ഇവർക്ക് മുന്നിൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യമിന്നതാണ്. അത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. തൽബിയത്ത് ചൊല്ലിയില്ലേ അവര്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമ ലക വൽ മുൽക് ലാ ശരീക ലക. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിർത്ത്, നിർത്ത്, മതി, ഇതുവരെ കറക്റ്റാ, ഇനി പറയല്ലേ. പക്ഷെ അവര് നിർത്തിയില്ല. ലാ ശരീക ലക് എന്ന് പറഞ്ഞുകൊണ്ട് അവര് പിന്നെയും പറഞ്ഞു, ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക്. നീ കൊടുത്ത കഴിവുള്ള ചില പങ്കുകാരുണ്ട്. അപ്പൊ ഞങ്ങൾ ചോദിക്കുന്നത്, ലാത്തയോടും ഉസ്സയോടും മനാത്തയോടും ഒക്കെ ഞങ്ങൾ ചോദിക്കുന്നത്, നീ കൊടുത്ത കഴിവിൽ നിന്നാണ്. അവർക്കൊന്നും ഒരു സ്വമതീയത്ത്, സ്വയം കഴിവ് ഉണ്ട് എന്ന വിശ്വാസം ഞങ്ങൾക്കാർക്കുമില്ല. ദാരിയുടെ വാദ മുശ്രിക്കിന്റെ വാദമായിരുന്നു. അപ്പൊ ഈ സത്യത്തെ അവർ കേട്ടതാണ്. പക്ഷെ അവരെന്ത് ചെയ്തു? ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. ഇങ്ങനെ ജീവിതത്തിൽ നമ്മളും കുറെ സത്യങ്ങൾ കേട്ടിട്ടുണ്ട് ഇന്നോളം. ആയത്തിന്റെ ഹദീസിന്റെ വെളിച്ചത്തിൽ ഖുതുബകളിലൂടെയായി, ഖുർആൻ പഠന ക്ലാസുകളിലൂടെയായി ഒരുപാട് സത്യങ്ങള് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ആത്മാർത്ഥമായി ഒന്ന് ചിന്തിക്ക്, അള്ളാന്റെ പള്ളിയിലാണ് ആ സത്യങ്ങളെല്ലാം സത്യത്തിൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ? ഞാൻ കേട്ട, എൻ്റെ കാതുകൾ സാക്ഷ്യം വഹിച്ച ഒരുപാട് സത്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടോ? കാരണം നരകത്തിലേക്ക് പോകുന്ന ആളുകളോട് കാവൽക്കാര് ചോദിക്കൂലേ, അലം യഅതികും നദീർ, അല്ലേ? നരകത്തെക്കുറിച്ചും നരകത്തിലേക്ക് പോകുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചും നിങ്ങളെ പഠിപ്പിക്കാൻ ആളുകൾ വന്നിരുന്നില്ലേ? എല്ലാവരും പറയും, ബലാ ഖദ് ജാഅനാ നദീർ. ബാക്കി എന്താ? ഫകദ്ദബ്നാ, നിങ്ങൾ കളവാക്കി, ഞങ്ങൾ നിഷേധിച്ചു, ഒന്നും സ്വീകരിച്ചില്ല, അല്ലേ? അപ്പൊ സത്യത്തെ നിഷേധിക്കുന്നവൻ, സത്യത്തെ സ്വീകരിക്കാത്തവൻ, സത്യത്തെ മൂടിവെക്കുന്നവൻ, അവൻ കാഫിറാണ്.
ഖുർആനിന്റെ ഭാഷയിൽ അവൻ കാഫിറാണ്. കാഫിർ എന്ന് പറയുമ്പോഴേക്ക് തൊട്ടപ്പുറത്തുള്ള രാമനിലേക്കും ജോസഫിലേക്കും മാത്രം തിരിയേണ്ടതില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് സാധാരണ ഈ കഫറ എന്ന പദം വരുമ്പോഴൊക്കെ നമ്മൾ ഓതാറുള്ള ഒരായത്തുണ്ട്. അത് ഇന്നും ഓതുകയാണ്, ആയത്താണ്, നല്ലതാ. സൂറത്തു ആലു ഇമ്രാനിന്റെ 32-ാമത്തെ വചനം. എന്താ അള്ളാഹ് പറയുന്നത്? ഖുൽ, നബിയേ പറയുക. ഖുൽ, എല്ലാ ആയത്തും നബിയാണ് പറയേണ്ടത്. ചോദിക്കട്ടെ, പഠിച്ചത് കൊണ്ട് ചോദിക്കുകയാണ്. എന്തേ ചില ആയത്തിന്റെ തുടക്കത്തിൽ ഖുൽ എന്ന് വരാനുള്ള കാരണം? എല്ലാ ആയത്തും റസൂൽ തന്നെയല്ലേ പറയേണ്ടത്, ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ചില ആയത്തിന്റെ തുടക്കത്തിൽ മാത്രം എന്തുകൊണ്ടാ ഖുൽ? ബാക്കിയുള്ള ആയത്തോ? ബാക്കിയുള്ള ആയത്തുകളും റസൂലുള്ള തന്നെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണല്ലോ. വേറെന്തെങ്കിലും ഉണ്ടോ? വേറെന്താ? നമ്മൾ പറഞ്ഞതാണ് കൽപ്പനാരൂപത്തിലുള്ള കാര്യങ്ങൾ. അത് കുറച്ച് ഗൗരവമുള്ളതായിരിക്കും. ഈ ഖുൽ എന്ന് വന്ന ആയത്തുകളിൽ പറഞ്ഞിട്ടുള്ള വിഷയം കുറച്ച് സീരിയസ് ഉള്ളതാ, കുറച്ച് ഗൗരവമുള്ള വിഷയമായിരിക്കും. ഖുൽ എന്ന് തുടങ്ങുന്ന സൂറത്തുകളൊക്കെ എന്ന് പറഞ്ഞാണ് ഏതായാലും വന്നപ്പോ ഖുൽ ഖുൽ ഹുവല്ലാഹു അഹദ്, പിന്നെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. 4 5 ഖുൽ വെച്ച് തുടങ്ങുന്ന 5 സൂറത്തുണ്ട്. ഒന്നേതാ? അത് ആ സൂറത്തിന്റെ പേര് പറഞ്ഞാൽ മതി. ഈ ആയത്തുള്ള സൂറത്തിന്റെ പേര് പറഞ്ഞാൽ അത് കറക്റ്റായി. ഖുലിന്നമാ അദൂ റബ്ബി എന്നുള്ള ഏത് സൂറത്തിലാ? സൂറത്തുൽ ജിന്ന്. അതിന്റെ തുടക്കം എന്താ? ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറുൻ മിനൽ ജിന്ന്. ഇങ്ങനെ 5 സൂറത്താണ് ഖുൽ എന്ന ആ വാക്ക് കൊണ്ട് തുടങ്ങുന്നത്. ശരി, എന്താ അല്ലാഹ് പറയുന്നത്? ഖുൽ അത്തിഉല്ലാഹ വറസൂൽ. നബിയെ ജനങ്ങളോട് പറയണം, അത്തിഉല്ലാഹ്, അല്ലാഹനെ അനുസരിക്കണം, വറസൂൽ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയും അനുസരിക്കണം. നിരുപാധികം ഒരു മുഅ്മിൻ, ഒരു മുസ്ലിം അനുസരിക്കേണ്ടത് അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയും. അടുത്ത വാക്കെന്താ അറിയോ? ഫഇൻ തവല്ലൗ, അവരെങ്ങാനും ഇതിൽ നിന്ന് പിന്തിരിയുകയാണെങ്കിൽ. ഏതിൽ നിന്ന്? അനുസരിക്കണമെന്ന് പറഞ്ഞ കാര്യത്തിൽ നിന്ന്. അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കാത്ത ഒരു ജീവിതം അവർ നയിക്കുകയാണെങ്കിൽ ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ. ഫഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ലാ യുഹിബ്ബുൽ കാഫിരീൻ, കാഫിരീങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല. ആരാ കാഫിർ? അനുസരിക്കാത്തവർ. അത്തിഉല്ലാഹ വറസൂൽ, അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും അനുസരിക്കാത്തവർ. അപ്പോ ജീവിതത്തിൽ ആയത്തിന്റെ ഹദീത്തിന്റെ വെളിച്ചത്തിൽ കേൾക്കുന്ന നന്മകൾ സ്വീകരിക്കുകയും തിന്മകൾ ഒഴിവാക്കുകയും ചെയ്യുക എന്നത് ഒരു മുസ്ലിമിന്റെ പ്രത്യേകതയാണ്. അല്ലാത്തവൻ റബ്ബിന്റെ അരികിൽ കാഫിറുകളായി മാറും, കാഫിറുകളായി പോകേണ്ടി വരും. മുസ്ലിമായി മരിക്കണം എന്നുള്ളതാ വസിയ്യത്ത്.
പ്രാർത്ഥിക്കാറില്ലേ നമ്മള്? അല്ലേ? റബ്ബന തവഫനി മുസ്ലിമ പ്രാർത്ഥിക്കാറുണ്ടോ? ചിലപ്പോ വെള്ളിയാഴ്ച ഇമാമ് മിമ്പറിൽ നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് ആമീൻ പറച്ചിൽ മാത്രമാണ്. കുറേ ആളുകളുടെ ജീവിതത്തിൽ ആമീൻ തൊഴിലാളികൾ മാത്രമാണ്. അതിനെ കളിയാക്കുന്നില്ല കേട്ടോ, ആമീൻ പറയണം. പക്ഷെ അത് മാത്രം പോരല്ലോ, നമ്മുടെ ജീവിതത്തിലും പ്രാർത്ഥനകൾ ഉണ്ടാവണം. റബ്ബനാ തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം തേടിയ തേട്ടാണ് അല്ലേ? ഇങ്ങനെയാ ചോദിച്ചത് പടച്ചവനോട്, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക് വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ്. പടച്ചവനോട് പറയാ, പടച്ചവനെ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരം നീ തന്നു, ഞാൻ ചോദിച്ചിട്ടില്ല, നീ തന്നതാ. സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് നീ തന്നു, ഞാൻ ചോദിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് നിന്നോട് ചോദിച്ചു വാങ്ങാനുള്ളത് റബ്ബനാ തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. സ്വനെ മുസ്ലിമായി മരിപ്പിക്കണേ, സ്വാലിഹീങ്ങളിൽ എന്നെ ചേർക്കണേ. ഇതാണ് ചോദിച്ചു വാങ്ങാനുള്ളത്. അതിനേക്കാൾ പവറുണ്ട് ഇതിന്. ഇത് കിട്ടാതെ വാക്കൊക്കെ കിട്ടിയിട്ടൊരു കാര്യമില്ല. രാജ്യം മുഴുവനും കിട്ടി, പക്ഷെ മുസ്ലിമായിട്ട് മരിക്കണില്ലെങ്കിൽ പിന്നെന്തിനാ? അതാണ് ചോദിച്ചു വാങ്ങാനുള്ളത്. ശരി, അപ്പോ കാഫിറുകൾ എന്ന് പറഞ്ഞ സത്യത്തെ നിഷേധിക്കുന്ന, സത്യം മൂടി വെച്ച് ജീവിക്കുന്ന, നന്ദികേട് കാണിക്കുന്ന ആളുകൾ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഇദാ റആകല്ലദീന കഫറൂ, സത്യനിഷേധികൾ നിന്നെ കണ്ടാൽ ഇയത്തഖിദൂനക ഇല്ലാ ഹുസ്വാ. ഇത്തഖദ സ്വീകരിച്ചു. ഇൻ എന്ന് വന്നാൽ രണ്ടു നിലക്ക് അർത്ഥമുണ്ട്. ഒന്ന് ഷർത്തായിട്ട്, എന്നാൽ സ്വീകരിക്കുകയാണെങ്കിൽ ഒരു ഷർത്തായിട്ട് വരും. ഇൻ ജാഅ വന്നാൽ. അല്ലെങ്കിൽ ഇൻ എന്നത് നഫിയന്റെ അർത്ഥത്തിൽ, ഇല്ല എന്ന അർത്ഥത്തിലും വരും. ഇവിടെ ആ നിലക്കാണ്. ഇയത്തഖിദൂന, അവർ സ്വീകരിക്കുകയില്ല, താങ്കളെ അവർ സ്വീകരിക്കുകയില്ല, ഇല്ലാ ഹുസുവൻ. ഹുസുവ്, ഹുസുവ് പരിഹാസം. പരിഹാസത്തോടുകൂടിയല്ലാതെ അവര് താങ്കളെ സ്വീകരിക്കൂല. കളിയാക്കിക്കൊണ്ട്, പരിഹാസത്തോടുകൂടിയാണ് താങ്കളെ അവർ സ്വീകരിക്കുക. ഇവിടെ പരിഹാസം എന്നത് കാഫിറിന്റെ പണിയാണ്. ഒരു മുസൽമാൻ ഒരിക്കലും ഒരാളെയും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു വിഷയത്തിലും പരിഹസിക്കാൻ പാടില്ല. ഒരുത്തന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന നിലക്കുള്ള ഒരു വാക്കും ഒരു പ്രവൃത്തിയും ഒരു മുസ്ലിമിൽ നിന്ന് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. ഒക്കെ നമ്മൾ സ്വന്തത്തെ വെച്ച് ഇങ്ങനെ അളക്കണം കേട്ടോ, ഓരോ ആയത്തിന്റെ ഓരോ വാക്ക് പഠിക്കുമ്പോഴും. കാരണം ഈ പഠിക്കലൊക്കെ എന്തിനാ? ഒരു മുഹാസബത്തുൻ നഫ്സ്, ആത്മവിചാരണക്ക് വേണ്ടിയാണ്. ഹസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. ആയത്ത് വെച്ച് നമ്മൾ നമ്മെ അളക്കണം. നമ്മളൊക്കെ ചെറുപ്പം മുതൽ കേട്ട ഒരു ഹദീസ് ഉണ്ട്, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഒരു മുസ്ലിം അവന്റെ നാവിൽ നിന്ന്, അവന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് മറ്റുള്ള മുസ്ലിമീങ്ങൾ സുരക്ഷിതരായിരിക്കും. അപ്പൊ മറ്റുള്ള അമുസ്ലിങ്ങളെയൊക്കെ എന്തു വേണമെങ്കിലും പറയാ ചെയ്യാ എന്നാണോ? ഇല്ല. വേറെയും ഹദീസ് ഉണ്ട്,
അൽ മുസ്ലിമു മൻ സലിമൻ നാസ് മിൻ ലിസാനിഹി വയദിഹി. ഒരാൾ മുസൽമാനാകുന്നത് അവന്റെ നാവിൽ നിന്ന് വരുന്ന വാക്ക്, അവന്റെ മറ്റു പ്രവർത്തനങ്ങൾ ഒരു മനുഷ്യന്റെ മനസ്സും വേദനിപ്പിക്കാതെ വരുമ്പോഴാണ്. വെറും നിസ്കരിക്കുക, നോമ്പെടുക്കുക, സക്കാത്ത് കൊടുക്കുക, അതുകൊണ്ട് മാത്രം ആയില്ല. അതുകൊണ്ട് നമ്മള് ഏതെങ്കിലും ആളുകളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന വല്ല സംസാരവും വന്നു പോയിട്ടുണ്ടെങ്കിൽ, ആ ആളുകള് ഹയാത്തിലുണ്ടെങ്കിൽ നമ്മൾ അവരെ ചെന്ന് കണ്ട് അവരോട് പറയണം. എന്തു പറയണം? അബൂദർദ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ എന്താ വിളിച്ചത്? നമ്മളൊക്കെ കുറെ കേട്ടതാ, എടോ കറുമ്പിയുടെ മോനെ, അല്ലേ? ബിലാൽ റളിയല്ലാഹു കറുത്തിട്ടാണ്, കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്? അല്ലേ? കറുത്തിട്ടാണ്. ശത്രുക്കൾ വിളിക്കാറുണ്ട്, പക്ഷെ അത് കുഴപ്പമില്ല. ശത്രുക്കൾ വിളിച്ച ഒരു പ്രശ്നമില്ല. പക്ഷെ അബൂദർദ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ, സഹാബത്തല്ലേ, എന്തോ ഒരു തമാശയിൽ വിളിച്ചു പോയതാ. പക്ഷെ ബിലാലിന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. ആ വേദന റസൂലുള്ളാഹിനോട് പറഞ്ഞു. റസൂലുള്ളാഹി അബൂദർദ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അബൂദർദ, ബിലാൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത കാലത്തോളം ഇവിടുന്ന് അങ്ങോട്ട് നിന്റെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കൂല, നിന്റെ ഈ പാപം പൊറുക്കപ്പെടൂല. ഇതെല്ലാവർക്കുള്ള പാടാ. തമാശയിൽ പോലും മറ്റൊരുത്തന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന നിലക്കുള്ള ഒരു വാക്കും വന്നു പോവരുത്, സൂക്ഷിക്കണം. ഒരുത്തന് ശാരീരികമായി എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടാവാൻ ചിലപ്പോൾ, എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ല. അവന്റെ ആ കുറവ് എടുത്ത് അവനെ ആളുകൾക്കിടയിൽ വഷളാക്കുന്ന ഒരു സാഹചര്യം വന്നാൽ അത് നമ്മൾ നിസ്സാരമായി കാണരുത്. കാരണം എന്താ അറിയോ, ആ വേദനിച്ച മനസ്സ് തണുപ്പിക്കാതെ നമ്മളോ അവരോ പെട്ടെന്നെങ്ങാനും ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതായാൽ നാളെ റബ്ബിന്റെ കോടതിയിൽ വെച്ചാണ് അത് റബ്ബ് തീർക്കുക. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, അത്തദ്റൂനൽ മുഫ്ലിസ്, മനിൽ മുഫ്ലിസ്, ആരാ മുഫ്ലിസ്? നിങ്ങൾക്ക് അറിയോ? മുഫ്ലിസ് എന്ന് പറഞ്ഞാല് എല്ലാം നഷ്ടപ്പെട്ടവനാണ്. നിസ്കാരം നോമ്പും ഒക്കെ ഉണ്ട് അള്ളാന്റെ അടിയിലേക്ക് വരുമ്പോ, പക്ഷെ അവിടെ എത്തിയപ്പോ ഒക്കെ പോയി. ഇങ്ങനെ പോയത്, ഇങ്ങനെയുള്ള കുറെ കണക്ക് തീർക്കാണ്ടായിരുന്നു. ആ കണക്കല്ല തീർക്കുന്നത് അവിടെ വെച്ചുകൊണ്ട് അവനവന്റെ അമലുകൾ അവർക്ക് കൊടുത്തിട്ടാ. കാരണം അവിടെ പണം കൊടുത്തിട്ട് തീർക്കാൻ പറ്റുന്ന പ്രശ്നമല്ലല്ലോ, അവിടെ കയ്യിൽ അമലേ ഉള്ളൂ, കൊടുക്കാനും വാങ്ങാനും ഒക്കെ. അമലുകൾ കൊടുത്തിട്ടാണ് തീർക്കുന്നത് പ്രശ്നങ്ങളൊക്കെ. അവസാന നിസ്കാരം നോമ്പൊക്കെ ഉള്ള മനുഷ്യൻ നരകത്ത് പോകുക. കാരണം എന്താ? അവൻ വാക്കുകൾ കൊണ്ട്, പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരുപാട് മനസ്സുകൾ വേദനിപ്പിച്ചവന്. ആ മനസ്സുകളൊന്നും തണുപ്പിക്കാതെയാണ്. സാധാരണ ഞാൻ പറയാറുണ്ടല്ലോ, മരിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ പറയാ. മയ്യത്ത് നിസ്കാരത്തിന് ഇങ്ങനെ നിൽക്കുമ്പോഴേ, ഈ വ്യക്തി നമുക്കിടയിൽ ജീവിച്ച ആളാണ്, വാക്കുകൾ കൊണ്ട് പ്രവർത്തികൾ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ട് പുറത്തു കൊടുക്കണം. പറയണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അതൊന്നും അന്ന് പറയേണ്ടതൊന്നല്ല. ഇതൊക്കെ അവനവൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് ചെയ്യേണ്ടതാണ്. നമ്മൾ ആ പള്ളിയിൽ നമ്മുടെ മയ്യത്തിന്റെ മുന്നിൽ നിസ്കരിക്കാൻ വന്ന ആളുകളിൽ ഈ വേദനിപ്പിച്ച ആളുകൾ ഇല്ലെങ്കിലോ, നമുക്ക് മുമ്പേ അവരൊക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിലോ, ആര് തീർക്കും അത്? ആര് തീർക്കും? അതുകൊണ്ടാണ് ഒരുത്തന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന വാക്കുകളോ പ്രവർത്തനങ്ങളോ ഒരു മുസൽമാനിൽ നിന്ന് വന്നുകൂടാ. അത് കാഫിറിന്റെ സ്വഭാവമാണ്. ആളുകളെ വേദനിപ്പിക്കുക, പരിഹസിക്കുക, ഇത്തരം പരിപാടികളൊക്കെ കാഫിറിന്റെ സ്വഭാവമാണ്. എന്താണ് റസൂലുള്ളാഹിയെ കാണുമ്പോൾ പരിഹാസത്തോടുകൂടി അവര് പറഞ്ഞിരുന്നത്? അഹാദല്ലദീ യദ്കുറു ആലിഹതകും,
അഹാദ. അവിടെ ഹാദ എന്ന് പറഞ്ഞ സാധാരണ എന്താ അർത്ഥം പറയാ? ഇത് അല്ലെ? ഹാദ ഇത്. ഇവിടെ ഇവൻ എന്ന അർത്ഥത്തിലാണ്. ഇവൻ. അഹാദ ആ എന്നത് അവിടെ ആ അംസ ഇസ്തിഫ്ഹാമിന്റെ അഥവാ ചോദ്യമാണ്. ചോദ്യമാണ്. അഹാദ ഇവനാണോ അല്ലദീ യദ്കുറു ആലിഹതകും. അല്ലദീ യദ്കുറു പറയുന്നവൻ, ആലിഹതകും ആലിഹത്ത് ആരാധ്യന്മാർ, ഇലാഹ് എന്നതിൻ്റെ എന്താണ്? ആലിഹത്ത് ബഹുവചനം. ഇലാഹ് എന്നതിൻ്റെ ബഹുവചനം. ഇവനാണോ നിങ്ങളുടെ ആരാധ്യന്മാരെ കുറിച്ച് മോശമായി പറയുന്നവൻ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ചുകൊണ്ട് ചോദിക്കുക, ഇവനാണപ്പോ നമ്മളെ ദൈവങ്ങളെ കുറിച്ചൊക്കെ വലിയ വർത്താനം പറയുന്ന ആള്? ഇങ്ങനെയുണ്ടല്ലോ. ചിലപ്പോ ജനങ്ങൾക്കിടയിൽ, നമുക്കിടയിലൊക്കെ കാണാറുണ്ട്, ഒരു വലിയ ഇതൊന്നുമില്ലാത്ത ആളുകൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോ ഓനാരൊക്കെ നമ്മോട് പറയാന്. പറയുന്ന കാര്യം എന്താ നോക്കൂല, പറയുന്ന ആളെ നോക്കണം ആദ്യം, ഓന്റെ നിലവാരം അളക്കണത്. അതല്ല വേണ്ടത്. പറയുന്ന കാര്യം എന്ത് എന്നതാണ് നോക്കേണ്ടത്. പറയുന്നവനെയല്ല അളക്കേണ്ടത്, ആ കാര്യമാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ജനങ്ങൾക്കിടയിൽ അല്ലേ വലിയ സ്ഥാനങ്ങളൊന്നും ഉണ്ടായിരുന്ന ആളല്ല. അതായത് വലിയ പണക്കാരുണ്ട്, അവിടെ വലിയ പ്രശസ്തിയുള്ള ആളുകളൊക്കെ ഉണ്ട്. അവർക്കിടയിൽ അള്ളാന്റെ റസൂലൊന്നും അല്ല. പക്ഷെ ഇവരെയൊക്കെ നന്നാക്കുന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ ദീന് പറയാൻ അള്ളാഹു തെരഞ്ഞെടുത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെയാണ്. അള്ളാന്റെ ദീന് പറയാൻ. അത് ജനങ്ങളെ വലിയ സ്ഥാനങ്ങൾ വഹിക്കുന്ന അല്ലെ പണമുള്ള ആളുകളെ ഒന്നുമല്ല അള്ളാഹു തെരഞ്ഞെടുത്തത്. മറിച്ച് അള്ളാഹുവിന്റെ ദീന് ആ നാട്ടിൽ പ്രചരിപ്പിക്കാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയാണ് തെരഞ്ഞെടുത്തത്. റസൂലുള്ള അവരോട് പറഞ്ഞു. ഒരിക്കലും അവരുടെ ഇലാഹുകളെ ചീത്ത പറഞ്ഞിട്ടില്ല, ഇല്ല അല്ലേ? പക്ഷെ അവർക്കത് അങ്ങനെ തോന്നുന്നത്. നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയാണ് വരാറുള്ളത്. ബദരീങ്ങളോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ അപ്പുറത്തുനിന്ന് ബദരീങ്ങളെ ചീത്ത പറഞ്ഞു, ഇങ്ങനെ വരിക അല്ലേ? മുഹ്യിദ്ദീൻ ശൈഖിനെ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കണ്ടോ, ഔലിയാഇനോടൊരു ബഹുമാനവുമില്ല, ആദരവില്ല, ഇങ്ങനെ വരിക. അങ്ങനെയൊന്നുമല്ലല്ലോ പറഞ്ഞത്. ഇവരും ഇങ്ങനെ തന്നെ പറഞ്ഞത്. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്? ലാത്ത ആരാധിക്കപ്പെടാൻ പാടില്ല. അത് ലാത്തനെ ചീത്ത പറഞ്ഞതല്ല, മറിച്ച് ഈ ആളുകൾ ചെയ്യുന്ന പ്രവർത്തനമാണ് മോശം. കാരണം മരണപ്പെട്ടു പോയവർക്ക് മുന്നിൽ അവരെ വിളിച്ചു തേടുക എന്ന് പറയുന്നത് വിഡ്ഢിത്തമാണ്. ഒരാൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവന്റെ ജീവനുള്ള കാലത്തുള്ള കഴിവുകൾ നഷ്ടപ്പെട്ടു എന്നതാണ് മരണം. റൂഹ് പോയി, റൂഹ് പോയി. ഇനി ആ കണ്ണ് അവിടെയുണ്ട്, പക്ഷെ ഒന്നും കാണുകയില്ല. ആ കാലുകൾ അവിടെയുണ്ട്, പക്ഷേ അതുകൊണ്ട് ഉപകാരമില്ല. ആ കണ്ണുകളും കാതുകളും കൈകളും എല്ലാം അവിടെയുണ്ട്, പക്ഷേ അതിന്റെ കഴിവുകളെല്ലാം നഷ്ടപ്പെട്ടു. അവർ കേൾക്കൂല, ഒരു കഴിവില്ല. അല്ലാഹു ഖുർആനിലൂടെ കൃത്യമായി പഠിപ്പിച്ചു, അവർ മരണപ്പെട്ടവരാണ്, അവർ ജീവിച്ചിരിക്കുന്നവരല്ല. മരണപ്പെട്ടവരും ജീവിച്ചിരിക്കുന്നവരും സമമല്ല. ഇങ്ങനെ കുറെ ആയത്തുകൾ ഇറക്കിയിട്ടുണ്ട്.
അപ്പൊ ഈ ആരാധന തെറ്റാണ്, ചെയ്യുന്ന പ്രവൃത്തി അത് ശിർക്കാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അത് ആ ദൈവങ്ങളെ ചീത്ത പറഞ്ഞത് ഒരിക്കലും അങ്ങനെ പാടില്ല എന്ന് പ്രത്യേകം അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഖുർആനിന്റെ സൂറത്തു അൻആമിന്റെ 108-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാ, വലാ തസബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമേ ആരൊക്കെ പ്രാർത്ഥിക്കുന്നുവോ ആ പ്രാർത്ഥിക്കുന്ന ആളുകള് ആരോടൊക്കെ പ്രാർത്ഥിക്കുന്നുവോ അവരെ ഒരിക്കലും നിങ്ങൾ ചീത്ത പറയല്ലേ. എന്താ സംഭവിക്കുക? അവർ അള്ളാനെ ഇങ്ങോട്ടും ചീത്ത പറയും. അള്ളാനെ ചീത്ത പറയാൻ നിങ്ങൾ അങ്ങോട്ട് എന്ത് ചെയ്യരുത്, ഒരു അവസരമുണ്ടാക്കരുത്. ദീനിന് നേരെ ആരെങ്കിലും എന്തെങ്കിലും ഒരു മോശമായ ഒരു വാർത്ത പറയാൻ നിങ്ങൾ കാരണക്കാരാവരുത്. അത് എപ്പോഴും ഏത് വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോഴും മുസ്ലിം ശ്രദ്ധിക്കേണ്ടതാണ്. ദീനിന് നേരെ ഒരാള് എന്തെങ്കിലും ഒന്ന് പറയാൻ, ഇപ്പൊ നോക്കൂ, നിങ്ങൾ പല കേസുകളിലും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ പിടിക്കപ്പെടുമ്പോ ഇസ്ലാമിക ശത്രുക്കൾ അവർക്ക് കിട്ടിയ ഇസ്ലാമിനു നേരെ എറിയാനുള്ള ഒരു അമ്പായി ഉപയോഗപ്പെടുത്തി അവർ ഇസ്ലാമിനു നേരെയാണ് പാഞ്ഞു കയറുന്നത്. അള്ളാഹുവിന്റെ നേരെയാണ്, വിശുദ്ധ ഖുർആനിന്റെ നേരെയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നേരെയാണ്. അതിനാരാ ഇടമുണ്ടാക്കിയത്? അവസരം ഉണ്ടാക്കിയതാരാ? അങ്ങനെ ഒരു അവസരം നിങ്ങൾ ഉണ്ടാക്കരുത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഏത് കാര്യത്തിലും പ്രതികരിക്കുന്ന സമയത്ത് ദീനിനെ സംരക്ഷിക്കുന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങളെ നമ്മിൽ നിന്ന് ഉയരാൻ പാടുള്ളൂ എന്നർത്ഥം. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ ഇലാഹുകളെ ചീത്ത പറഞ്ഞിട്ടില്ല, മറിച്ച് ചെയ്യുന്ന പ്രവർത്തനം ശരിയല്ല എന്ന് പറഞ്ഞു. നമ്മളും ഈ ജനതയോട് പറഞ്ഞു കൊടുക്കുന്നത് ഇതാണ്. അപ്പൊ ഇങ്ങോട്ട് പറയും, കണ്ടോ ഞങ്ങളെ മുശ്രിക്കീങ്ങളാക്കി, ഞങ്ങളെ കാഫിരീങ്ങളാക്കി ഒക്കെ പറഞ്ഞ് ഇങ്ങനെ മുറവിളി കൂട്ടും. ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താ ശിർക്ക്, എന്താ കുഫർ, ഇത് പറഞ്ഞു കൊടുക്കുക. ആരെയും കാഫിറാക്കാനും മുശ്രിക്കാക്കാനും നമ്മൾ ആരുമല്ല. ശിർക്ക് എന്താണ് ഇത് പറഞ്ഞു കൊടുക്കണം. അത് നമ്മുടെ ബാധ്യതയാണ്. കാരണം നമ്മുടെ കൂടെയുള്ള ആളുകള് നരകത്തിലേക്ക് പോകുന്ന കാഴ്ച കാണുമ്പോ അത് ഒരിക്കലും കണ്ടു നിൽക്കാൻ ഒരു വിശ്വാസിക്ക് സാധ്യമല്ല. റസൂലുള്ള പറഞ്ഞതാണ്, മൻ റആ മിൻകും മുൻകറൻ, നിങ്ങളിൽ മറ്റുള്ള ഒരാളിൽ ഒരു തിന്മ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? തടുക്കണം. കൈകൊണ്ട് പറ്റുമോ? തടുക്കണം. നാവ് കൊണ്ട് പറ്റുമോ? തടുക്കണം. റസൂലുള്ള പറഞ്ഞ ഈമാനിന്റെ ഭാഗമായി പഠിപ്പിക്കപ്പെട്ടതാണ്. ശിർക്ക് എന്താണ്, തൗഹീദ് എന്താണ്, സുന്നത്ത് എന്താണ്, ബിദ്അത്ത് എന്താണ്, ജനങ്ങൾ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കണം. അത് അവരെന്ത് പറഞ്ഞാലും ശരി. ഇവിടെ മക്കയിലെ മുശ്രിക്കുകൾ റസൂലുള്ളാഹിയെ സംബന്ധിച്ച് പറയാണ്, അഹാദല്ലദീ യദ്കുറു ആലിഹതകും, അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഇലാഹുകളെ ചീത്ത പറയുന്നു എന്ന രൂപത്തിൽ പരിഹസിക്കണം. ഓ, ഇവനപ്പ നമ്മളെ ദൈവങ്ങളെ പറയാൻ ആളായത് ഇവനുള്ളൂ, ഇവനപ്പ അതിനും വലിയ ആളെന്നൊക്കെ ചോദിച്ച റസൂലുള്ളാഹിനെ പരിഹസിക്കുകയായിരുന്നു. അപ്പൊ ഈ പരിഹാസം എന്നത് ഒരിക്കലും നമ്മിൽ ഉണ്ടാകാൻ പാടില്ല. ആരെങ്കിലും ഒരു നന്മ ചെയ്യുമ്പോ അവനെ ഒരിക്കലും അതിന്റെ പേരിൽ പരിഹസിക്കുന്ന തരത്തിലുള്ള സംസാരം നടത്തരുത്. പരിഹസിക്കുന്ന രൂപത്തിൽ, ഓ തുടങ്ങിയോ, എന്തിപ്പോ നന്നായി, ഇതൊക്കെ നമ്മിന്ന് വരുന്നതാ. ഒരാൾ പള്ളിക്ക് വരാൻ തുടങ്ങിയാല്, ക്ലാസ്സിന് വരാൻ തുടങ്ങിയാല്, ഒരാള് പാൻറ് നെരിയാണിക്ക് മുകളിലേക്ക് കയറ്റി ഉടുത്താല്, അല്ലെ, ഒരു സ്ത്രീ ഇസ്ലാമിക വസ്ത്രം ധരിച്ച് പുറത്തേക്ക് ഇറങ്ങിയാല്, അതിന്റെ പേരിൽ അവരെ പരിഹസിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്.
അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പല ശിആറുകളെയും പരിഹസിക്കുന്ന ആളുകൾ, അല്ലേ? പല ശിആറുകളെയും പരിഹസിക്കുന്ന ആളുകളുണ്ട്. ഹദീസിൽ വന്ന പല വിഷയങ്ങളെയും പരിഹസിക്കുന്ന ഒരുപാട് ആളുകൾ.